അപ്പോൾ നിങ്ങളുടെ പേരൻസിന് വേണ്ടിക്കൊണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു ആയുർവേദ റിട്രീറ്റ് ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു ഫോർ ചൂസിങ് ദാറ്റ്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അത്. നമ്മൾ അങ്ങനെ തമാശ പറയണ പോലെയല്ല. കാരണം നമുക്ക് എന്ത് വേണമെങ്കിലും മേടിച്ചു കൊടുക്കാറുണ്ട്. ഫോൺ മേടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഐഫോൺ മേടിച്ചു കൊടുക്കാം. അറിയാം എത്ര ബുദ്ധിമുട്ടാണ് അവർക്കത് ഉപയോഗിക്കാമെന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എങ്കിലും നിങ്ങൾ അതിൽ നിന്ന് മാറിക്കൊണ്ട് നിങ്ങളൊരു ഗുഡ് ഡിസിഷനാണ് എടുത്തത്. അവർക്ക് എന്തായാലും ആരോഗ്യപരമായിട്ട് അവർക്ക് ഗുണം ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ വേണമല്ലോ അല്ലേ. ഒന്നാമത് സ്ഥിരം കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനൊരു Q&A പോലെ ഞാൻ ആൻസർ ചെയ്യാം. അതായത് ഓൾറെഡി അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ കൂടുവോ, അല്ലെങ്കിൽ കുറയുകയോ, അല്ലെങ്കിൽ വഷളാകുമോ? മിക്കവാറും നമ്മൾ പേരൻസിനോട് പറയുമ്പോൾ വേണ്ട ആയുർവേദം കേട്ടാലേ ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത പേരൻസും ഉണ്ടാവും, ഉള്ളത് പറയാം. അപ്പോൾ നമ്മൾ വൺ തിങ് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും അവരുടെ ഒരു മെഡിക്കേഷൻസിനും അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ട്രീറ്റ്മെൻറ്റുകൾക്കും ഒന്നും എതിരല്ല നമ്മുടെ ആയുർവേദ ട്രീറ്റ്. അതായത് അതിനൊന്നും റീപ്ലേസ് ചെയ്യാനും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പറ്റുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എന്താണോ അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിക്കേഷൻസ് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി അവരെടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ എന്താണോ അതൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പോയിക്കൊണ്ട് നമ്മൾ പാരലി ഒരു വെൽനസ് ആസ്പെക്റ്റിൽ ഇപ്പോൾ പറയും തിരുമാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വേദന കൂടും, പ്രശ്നങ്ങളാവും, ചിലപ്പോൾ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് പറയും. നമ്മൾ അങ്ങനെ അവരെ വേദനിപ്പിക്കുന്ന പോലെ ഒന്നുമുള്ളൊരു ട്രീറ്റ്മെൻറ്റുകളോ ഒരു കാര്യങ്ങളോ അല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അവർക്ക് ഏറ്റവും സൂത്തനിങ് ആയിട്ടുള്ള രീതിയിൽ, അവർ ഏറ്റവും റിലാക്സ് ചെയ്യുന്ന രീതിയിൽ, അവർക്ക് ഏറ്റവും കൂടുതൽ ഡീടോക്സിഫിക്കേഷൻ കിട്ടുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അതായത് ഒരു 3 ദിവസം 5 ദിവസം കൊണ്ട് അവരുടെ ഒരു രീതിയിലുള്ള ഡെയിലി റുട്ടീനോ മെഡിക്കേഷൻസിനോ ട്രീറ്റ്മെൻറ്റുകളോ ഒന്നും ഹാം ചെയ്യാതെയുള്ള രീതിയിൽ വളരെ സൂത്തനിങ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ കെയറോടുകൂടി കൃത്യമായ എൻ്റെ മേൽനോട്ടം ഉണ്ടാവും. ഞാനത് കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളായിരിക്കും നമ്മൾ അവർക്ക് വേണ്ടിക്കൊണ്ട് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ അവർ പെർഫെക്റ്റ്ലി ഹാപ്പി ആയിരിക്കും. അവർക്ക് എന്തായാലും റിസൾട്ട് ആയിരിക്കും വരും. നമ്മൾ കൃത്യമായിട്ട് ഡേ ടു ഡേ മോണിറ്റർ ചെയ്യും. എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട് രാവിലെ, അല്ലെങ്കിൽ രാവിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ഭക്ഷണം കാര്യങ്ങളുണ്ടോ, അങ്ങനെ എല്ലാം തന്നെ ചെയ്യും. നിലവിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും ഇതുമായിട്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളാവില്ല, റിലീഫേ കിട്ടുള്ളൂ, നല്ല രീതിയിലുള്ള ആശ്വാസമേ കിട്ടുള്ളൂ എന്നുള്ളതിനകത്ത് ഉറപ്പുള്ളൊരു കാര്യമാണ്. എങ്ങനെയായിരിക്കും ഇത് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിനകത്തുള്ള ഒരു ഡെയിലി ഒരു ഐറ്റിനറി എന്താണെന്നൊക്കെ ചോദ്യം വരും. നമ്മളെ ലൊക്കേഷൻ ചെറായിലാണ്, ചെറായി ബീച്ചിലാണ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഒരു ബീച്ച് ആൻഡ് ബാക്ക് വാട്ടർ കോമ്പിനേഷനാണ്. മുമ്പിൽ ബീച്ച്, ബാക്കിൽ ബാക്ക് വാട്ടർ. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതും അതേപോലെ സൂര്യൻ അസ്തമിക്കുന്നതും രാവിലെയും വൈകുന്നേരവും കാണാൻ, അത് വാട്ടറിൻ്റെ ബേസിൽ കാണാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണത്. അപ്പോൾ ഏറ്റവും അടിവാലയായിട്ടുള്ള ഒരു സ്ഥലമാണത്. അവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, ഡീടോക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന നമുക്ക് പല തരത്തിലുള്ള അക്കോമഡേഷൻ ഓപ്ഷൻസ് ഉണ്ട്. അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള അക്കോമഡേഷൻ ഓപ്ഷൻസിലായിരിക്കും നമ്മൾ ചെയ്യുക. ട്രീറ്റ്മെൻറ്റ് നമ്മൾ അതിനോട് അക്കമ്പനി ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. ഇതായിരിക്കും നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്. ഒരു ഡെയിലി ഒരു ഐറ്റിനറി തുടങ്ങുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ അവർ എഴുന്നേറ്റു, ഒന്ന് സൺറൈസ് ഒക്കെ കണ്ട് റിലാക്സ് ആയി, വേണമെങ്കിൽ അവർ നടക്കുന്നവരാണെങ്കിൽ നടന്ന് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്, പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഒരു 10 മണിയോടുകൂടി നമ്മുടെ ട്രീറ്റ്മെൻറ്റുകളെല്ലാം തന്നെ ചെയ്ത് വൈകുന്നേരം ലഞ്ച് കഴിച്ചിട്ട്, പിന്നെ അവരൊന്ന് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു ചെറിയൊരു മയക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു ബീച്ച് വാക്കൊക്കെ നടത്തി ഒരു സൺസെറ്റ് ഒക്കെ കണ്ട് റിലാക്സ്ഡ് ആയി വൈകുന്നേരം ഭക്ഷണവും കഴിച്ച് അത്താഴവും കഴിച്ച് സുഖമായിട്ട് ഉറങ്ങി പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് ദെൻ അത് റിപ്പീറ്റ് ചെയ്യാം. ഇതായിരിക്കും നമ്മുടെ ഒരു പാറ്റേൺ ഉള്ളത്. ഭക്ഷണം ആണെന്നുണ്ടെങ്കിലും എക്സ്ക്ലൂസീവായിട്ട് അവർക്ക് വേണ്ട ടേസ്റ്റ്, വെജ് വേണമെന്നോ നോൺ വെജ് എന്താണെങ്കിൽ നമ്മൾ ഓപ്ഷൻ. കാരണം നമ്മൾ അകത്ത് ഒരു പരിധി വിട്ട് മരുന്നൊന്നും കഴിക്കാത്തതുകൊണ്ട് അവരെ ഹാപ്പി ആക്കുക എന്നുള്ള പോയിന്റ് ഉള്ളൂ. നല്ല ചിലപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റേറിയൻ, അവർക്ക് നോൺ വെജ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മീറ്റ് ഒരു പരിധി വരെ നമ്മൾ കൊടുക്കാറില്ല. ഫിഷ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള രീതിയിൽ ഫിഷ് ഉൾപ്പെടെയുള്ള എല്ലാം തന്നെ കൊടുത്തുകൊണ്ട് അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അവരെ പ്ലേസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ട്രീറ്റ്മെന്റ് ചെയ്യുക. ഇതായിരിക്കും ഒരു ഡെയിലിയുള്ള ഒരു ഐറ്റിനറി. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, അപ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളൊരു പോയിന്റിലാണ് അത് നിൽക്കുക. നമുക്ക് എത്ര ഓപ്ഷൻസ് ഉണ്ടെന്ന് ഇപ്പോൾ നമുക്ക് തോന്നാം. അതായത് നമുക്ക് എത്ര ദിവസം എടുക്കണം, ഒരു ദിവസം കൊണ്ട് ഒരു പ്രത്യേകിച്ച് അവർക്കൊരു ചേഞ്ചസ് വരാനില്ല. നിങ്ങളുടെ തീരുമാനമാണ്. അപ്പോൾ വേണമെങ്കിൽ ഒരു ദിവസം ചെയ്യാം. ഒരു ദിവസം ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അന്ന് വൈകുന്നേരം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പിറ്റേ ദിവസം നമുക്ക് പോകുന്ന രീതിയിൽ ചെക്കൗട്ട് ചെയ്യുന്ന രീതി ചെയ്യാം. അതല്ലെങ്കിൽ ഒരു 2 nights ഒരു 3 days, അതായത് ഒരു ദിവസം ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പിറ്റേ ദിവസം ഫുൾ ഡേ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പിറ്റേ ദിവസം, അതായത് 3ാമത്തെ ദിവസം രാവിലെ ഒരു ട്രീറ്റ്മെൻറ്റ് കൂടി ചെയ്ത് 3 ട്രീറ്റ്മെൻറ്റ് 2 nights എന്നുള്ള രീതിയിൽ ചെയ്യാം. അതല്ലെങ്കിൽ 4 nights 5 days ട്രീറ്റ്മെൻറ്റ് പോലെ ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ എവിടെയാണെങ്കിലും ഒരു ഉച്ചയോടുകൂടി എത്തുക, ഒരു ദിവസം ഉച്ചയോടുകൂടി എത്തുക, സ്റ്റേ ചെയ്യുക. പോകുന്ന ദിവസം അതേപോലെ തന്നെ രാവിലെ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ചിട്ട് പോകാം. അത് ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എത്ര ദിവസം സ്റ്റേ ചെയ്യണോ അടുത്ത കഴിഞ്ഞിട്ടുള്ള ദിവസം വൈകുന്നേരം വീട്ടിലെത്തുക എന്നുള്ള രീതിയിലായിരിക്കും ട്രീറ്റ്മെൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്യാം. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഞങ്ങളുടെ സ്റ്റാഫ്, ഇനി ഞങ്ങളുടെ ഒരു പ്രൊഫൈൽ പറയാം. ഓക്കെ, എനിക്കൊരു 15 വർഷത്തോളമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എക്സ്പീരിയൻസുകളുണ്ട്. നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് എസ്പെഷ്യലി യൂറോപ്പിൽ നിന്നൊക്കെയുള്ള ഒരുപാട് സീനിയർ സിറ്റിസൻസിനെയാണ്. കാരണം അവർ യൂറോപ്യൻസിൻ്റെ പ്രത്യേകത ഉണ്ട്,
അവർ റിട്ടയർഡ് ലൈഫിൽ അവർ ലോകം കാണാൻ ഇറങ്ങും. അതിനകത്ത് അവരുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഒരു സാധനമാണ് ആയുർവേദ ട്രീറ്റ്മെന്റ് എവിടെയെങ്കിലും എടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ക്ലയൻസും അല്ലെങ്കിൽ ഞങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഗസ്റ്റുകളെല്ലാം തന്നെ ഭൂരിഭാഗം ആൾക്കാരും ഒരു സീനിയർ സിറ്റിസൺസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം എങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. സോ വി വിൽ ടേക്ക് കെയർ ഓഫ് ദം ഇൻ എ വെരി വെൽ മാനർ. പിന്നെ ഞങ്ങളുടെ സ്റ്റാഫ് എല്ലാവരും തന്നെ വളരെയധികം കെയറിങ് ആയിട്ടുള്ള, പ്ലീസിങ് ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള സ്റ്റാഫാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ഫ്രഷേഴ്സ് ഒന്നുമല്ല ഞങ്ങളുടെ സ്റ്റാഫ് ആരുകളും. ഏറ്റവും പ്രോപ്പറായിട്ട് അവരെ കെയർ ചെയ്ത് ഏറ്റവും നല്ല ഭംഗിയായിട്ടുള്ള രീതിയിൽ അതനുസരിച്ച് ചെയ്യും. പിന്നെ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നിട്ടുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റീസ് എല്ലാം തന്നെ നമ്മളൊരു ടിപ്പിക്കൽ ഒരു ഹോട്ടൽ സെറ്റപ്പ് അല്ല. ഞങ്ങളുടെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് എല്ലാം തന്നെ അതൊരു ഫാമിലി റൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റൽ ഇൻവോൾവ്മെന്റ് ഉള്ള, വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഇവരെ കംഫർട്ടബിൾ ആയിട്ട് പ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ് എത്ര ദിവസം അവർക്ക് വേണം. ഇനി ഏറ്റവും വലിയൊരു ചലഞ്ചും ഉണ്ട് ഞാൻ പറയാം. അതായത് പേരൻസിനോട് പറഞ്ഞ് നിങ്ങളൊന്ന് ആയുർവേദത്തിന് പൊക്കോ അല്ലെങ്കിൽ പോകുമെന്ന് പറഞ്ഞാലും അവരും കൺവിൻസ് ആവണമെന്നൊന്നുമില്ല. അപ്പോൾ അവിടെ വേണമെങ്കിൽ ഞങ്ങൾ സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. അതായത് എനിക്കൊരു 1-to-1 കോൾ, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കൺസൾട്ടേഷൻ പോലെ അല്ലെങ്കിൽ ഒരു കോളോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോൾ എന്ത് വേണമെങ്കിലും നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. ഒരു കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും, വൺസ് നിങ്ങൾ അവർ ഓക്കെ ആണ്, ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു ട്രീറ്റ് അല്ലെങ്കിൽ ഒരു ഗംഭീരമായിട്ടുള്ള രീതിയിൽ ഒരു ഹോളിഡേ പ്ലസ് ഒരു റിട്രീറ്റ് ഒരു ഗിഫ്റ്റ് ആയിരിക്കും. ഞങ്ങൾ ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ അവരെ ടേക്ക് കെയർ ചെയ്തോളാം. ഏറ്റവും നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള, ഏറ്റവും നിങ്ങൾ എന്നും ഓർത്തിരിക്കുന്ന രീതിയിലുള്ള ഒരു ഗിഫ്റ്റിങ്ങിലേക്ക് അത് മാറുമെന്നുള്ളതിനകത്ത് ഒരു ഉറപ്പില്ല. അപ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ ഞാൻ ഏകദേശം ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൾ ബുക്ക് ചെയ്യാം. അതിന് നിങ്ങൾ കാണുന്ന ഫോം കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് എനിക്കൊന്ന് അയച്ചു തന്നാൽ മതി. ഞാൻ തിരിച്ച് വിളിച്ചതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായിട്ട് മറുപടി തരാം. കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത തവണ ചിലപ്പോൾ പേരൻസിനെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നൊക്കെ ഇരിക്കും. നമുക്ക് നെക്സ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഇത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആയിരിക്കും. അവർക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള, അവരുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഏറ്റവും നീഡഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കും നിങ്ങളിത് ഇത്തവണ കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംശയമില്ല. സോ നിങ്ങൾ വേറെ ഒരു കാര്യം കൂടി നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇത് കണ്ട് ഇത്രയും വീഡിയോ ഇത്ര നേരം നിങ്ങൾ കണ്ടു, നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വന്ന് ഈ വീഡിയോ എല്ലാം കണ്ടു. കാരണം നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ സ്നേഹിക്കുന്നുണ്ടെന്നും അവർക്ക് ഈ ഒരു സാധനം അല്ലെങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഗുണകരമായിട്ട് ഇത് അവസാനം വരെ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് അവർക്ക് അത് കൊടുക്കണം എന്ന് നിങ്ങളുടെ ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു ആഗ്രഹത്തിന് ഐ റെസ്പെക്ട് ചെയ്യും. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. സോ നമുക്ക് കാണാം, നമുക്ക് വിളിക്കാം. താങ്ക് യു.